സർവീസിംഗ് ഓഫ് മൾട്ടി സ്പ്ലിറ്റ് AC പാർട്ട് 1. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മോഡ്യൂളിൽ മൾട്ടി സ്പ്ലിറ്റ് AC സർവീസ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ വ്യായാമത്തിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും മൾട്ടി സ്പ്ലിറ്റ് ACയുടെ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക, മൾട്ടി സ്പ്ലിറ്റ് AC സേവനവും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. ഇനി ഈ വ്യായാമത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ, ടൂൾസ് എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ: ട്രെയിനീസ് കിറ്റ് ഒരെണ്ണം, ഡബിൾ എൻഡ് സ്പാനർ 14 mm, 15 mm, 16 mm, 17 mm, 19 mm ഒരെണ്ണം, 1/4 ഇഞ്ച് വാൽവ് കീ ഒരെണ്ണം, പൈപ്പ് കട്ടർ ഒരെണ്ണം, ഫ്ലെയറിംഗ് ടൂൾ സെറ്റ് ഒരെണ്ണം, ഡ്രില്ലിംഗ് മെഷീൻ ഒരെണ്ണം, എയർ ബ്ലോവർ ഒരെണ്ണം, പ്രഷർ ഗേജ് ഒരെണ്ണം, കോമ്പൗണ്ട് ഗേജ് ഒരെണ്ണം, ഒരു സ്പ്ലിറ്റ് AC സിസ്റ്റം ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, വാക്വം ക്ലീനർ ഒരെണ്ണം, അനിമോമീറ്റർ ഒരെണ്ണം, വയർ ബ്രഷ് ഒരെണ്ണം, ഫിൻ കോമ്പ് ഒരെണ്ണം, ടെസ്റ്റ് ലാമ്പ് ഒരെണ്ണം, സ്ക്രൂ ഡ്രൈവർ ഒരു സെറ്റ്, ടെസ്റ്റർ ഒരെണ്ണം, കട്ടിംഗ് പ്ലെയർ ഒരെണ്ണം, നോസ് പ്ലെയർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം. ആവശ്യമായ ഉപകരണങ്ങൾ: മൾട്ടി സ്പ്ലിറ്റ് AC സിസ്റ്റം ഒരെണ്ണം. ആവശ്യമായ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ: 1/4 ഇഞ്ച് യൂണിയൻ കണക്ഷൻ ഒരെണ്ണം, 1/4 ഇഞ്ച് കോപ്പർ ട്യൂബ് 5 അടി, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, ഫ്ലെയർ നട്ട്സ് 4 എണ്ണം. മൾട്ടി സ്പ്ലിറ്റ് അല്ലെങ്കിൽ VRV അല്ലെങ്കിൽ VRF എയർ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മൾട്ടി സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് VRV വേരിയബിൾ റെഫ്രിജറന്റ് വോളിയം, VRF വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ. സിസ്റ്റങ്ങൾ ഒന്നിലധികം ഇൻഡോർ യൂണിറ്റുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ഒരൊറ്റ ഔട്ട്ഡോർ യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഇത് വ്യത്യസ്ത കാലാവസ്ഥ ആവശ്യങ്ങളുള്ള ഇടങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. ഒറ്റമുറി സ്പ്ലിറ്റ് AC കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിലധികം മുറികൾ ഒരേ സമയം തണുപ്പിക്കാൻ മൾട്ടി സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ അനുവദിക്കുന്നു. പ്രധാന വ്യത്യാസം അവയുടെ സജ്ജീകരണത്തിലാണ്. ഒരു സ്പ്ലിറ്റ് ACക്ക് ഒരു കംപ്രസറും എയർ ഔട്ട്ലെറ്റും ഉണ്ട്. മൾട്ടി സ്പ്ലിറ്റ് ACക്ക് 5 ഔട്ട്ലെറ്റുകൾ വരെ ഉണ്ട്. എല്ലാം ഒരു കംപ്രസറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇന്റീരിയർ യൂണിറ്റുകൾ ഭിത്തിയിൽ ഘടിപ്പിച്ചതോ തറയിൽ നിൽക്കുന്നതോ സീലിംഗ് മൗണ്ട് ചെയ്തതോ ആകാം. റെഫ്രിജറന്റ് പൈപ്പ് ലൈനുകളും കേബിളുകളും വഴി ഔട്ട്ഡോർ യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി യൂണിറ്റ് എങ്ങനെ സർവീസ് ചെയ്യാമെന്ന് നോക്കാം. ടാസ്ക് 1: മെക്കാനിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക. യൂണിറ്റിൽ നിന്ന് പ്ലഗ് നീക്കം ചെയ്യുക. ഫ്രണ്ട് ഗ്രിൽ നീക്കം ചെയ്യുക. ഇൻഡോർ യൂണിറ്റിൽ നിന്ന് കൺട്രോൾ ബോർഡ് കവർ നീക്കം ചെയ്യുക. കണ്ടൻസിംഗ് യൂണിറ്റ് വരെ വയറിംഗ് സെക്ഷൻ, ലിക്വിഡ് ലൈൻ എന്നിവ കണ്ടെത്തുക. കണ്ടൻസിംഗ് യൂണിറ്റിന്റെ പുറം കവറും കൺട്രോൾ പാനൽ കവറും അഴിച്ച് നീക്കം ചെയ്യുക. ലേബൽ ചെയ്ത ഘടകങ്ങൾ തിരിച്ചറിയുക. കംപ്രസർ ഔട്ട്ഡോർ. ശീതീകരണ വാതകത്തെ കംപ്രസ് ചെയ്ത് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിൽ കംപ്രസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കണ്ടൻസർ ഔട്ട്ഡോർ. പരിസ്ഥിതിയിലേക്ക് ചൂട് പുറത്തുവിടുന്നതിലൂടെ വായു തണുപ്പിക്കുന്നതിന് ഉത്തരവാദിയായ ഒരു നിർണായക ഘടകമാണ് കണ്ടൻസർ. ഡ്രയർ അല്ലെങ്കിൽ ഫിൽറ്റർ ഔട്ട്ഡോർ. റെഫ്രിജറന്റിൽ നിന്ന് ഈർപ്പം പോലെയുള്ള മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഫിൽട്രേഷൻ ഉപകരണമാണ് ഫിൽറ്റർ ഡ്രയർ. ബാഷ്പീകരണ കോയിൽ ഇൻഡോർ. ഇൻഡോർ യൂണിറ്റിനുള്ളിൽ ചുറ്റുപാടിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്തുകൊണ്ട് റെഫ്രിജറന്റിലേക്ക് മാറ്റിക്കൊണ്ട് വായു തണുപ്പിക്കുന്നതിന് ഇവാപ്പറേറ്റർ കോയിൽ സുപ്രധാനമാണ്. അക്യുമുലേറ്റർ ഇൻഡോർ. കംപ്രസർ ക്രാങ്ക്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദ്രാവക റെഫ്രിജറന്റ് നിർത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് അക്യുമുലേറ്ററിന്റെ ലക്ഷ്യം. ഇവാപ്പറേറ്ററിനും കംപ്രസറിനും ഇടയിലുള്ള സെക്ഷൻ ലൈനിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ വാൽവ് ഇൻഡോർ. പ്രഷർ നിയന്ത്രിക്കുന്ന ഉപകരണമായി പ്രവർത്തിക്കുന്നു. വിപുലീകരണ വാൽവ് സിസ്റ്റത്തിനുള്ളിൽ ഒപ്റ്റിമൽ മർദ്ദം നിലനിർത്തുന്നതിന് റെഫ്രിജറന്റിന്റെ ഒഴുക്ക് വികസിപ്പിക്കുന്നു. കപ്പാസിറ്റർ ഇൻഡോർ. സ്റ്റാർട്ടപ്പ് സമയത്ത് എയർ കണ്ടീഷനിംഗ് സിസ്റ്റം സുസ്ഥിരമാക്കാൻ ഒരു കപ്പാസിറ്റർ സഹായിക്കുന്നു. PCB ഇൻഡോർ യൂണിറ്റ്. ഒരു PCB അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് AC പവർ വിതരണം ചെയ്യാൻ കഴിവുള്ള ഒരു പവർ സപ്ലൈ സിസ്റ്റമായി പ്രവർത്തിക്കുന്നു.
നിങ്ങളുടെ വാൾ ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിക്കുന്ന AC വോൾട്ടേജിനെ നിങ്ങളുടെ വിവിധ ഉപകരണങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും ഉപയോഗിക്കാവുന്ന DC വോൾട്ടേജ് ആക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പങ്ക്. എയർ ബ്ലോവർ ഇൻഡോർ. ഒരു ഫാനിനോട് സാമ്യമുള്ള എയർ ബ്ലോവർ മുറിയിലുടനീളം തണുത്ത വായു വിതരണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അങ്ങനെ മുഴുവൻ എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിൻ്റെയും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. റെഫ്രിജറന്റ് സിസ്റ്റം. താപ കൈമാറ്റത്തിനുള്ള ഒരു മാധ്യമമെന്ന നിലയിൽ റെഫ്രിജറന്റ് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ചൂട് ആഗിരണം ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് ചൂടുള്ള ദിവസങ്ങളിൽ മുറി തണുപ്പിക്കാൻ സഹായിക്കുന്നു. എയർ ഫിൽട്ടർ ഇൻഡോർ. പൊടിയും അഴുക്കും പോലെയുള്ള സോളിഡ് പാർട്ടിക്കിളുകളെ തടയുന്ന സമയത്ത് എയർ ഫിൽട്ടർ വായു പ്രവാഹം അനുവദിക്കുന്നു. ഡ്രെയിൻ ഹോസ് ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ. ഡ്രെയിൻ ഹോസ് കണ്ടൻസറിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. മോട്ടോർ ഫാൻ ഔട്ട്ഡോർ. കണ്ടൻസറിൽ നിന്ന് പരിസ്ഥിതിയിലേക്ക് ചൂടുള്ള വായു പുറപ്പെടുവിപ്പിക്കാൻ മോട്ടോർ ഫാൻ സഹായിക്കുന്നു. അങ്ങനെ തണുപ്പിക്കൽ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു. തെർമിസ്റ്റർ ഇൻഡോർ. തെർമിസ്റ്ററുകൾ താപനില സെൻസറുകളാണ്. എയർ കണ്ടീഷനിങ്ങിൽ ഉപയോക്താക്കൾക്ക് അവയുടെ മുൻഗണനകൾക്കനുസരിച്ച് മുറിയിലെ താപനില നിയന്ത്രിക്കാൻ ഇത് പ്രയോഗിക്കുന്നു. റഫറൻസിനായി ഒരു പട്ടികയിൽ ഘടകങ്ങളുടെയും ഫംഗ്ഷനുകളുടെയും പേര് രേഖപ്പെടുത്തുക. ടാസ്ക് 2 കൂളിംഗ് കോയിൽ പരിശോധനയും വൃത്തിയാക്കലും. സ്പ്ലിറ്റ് എയർ കണ്ടീഷനിൽ നിന്ന് തുടങ്ങുക. ഒരു അനിമോമീറ്റർ ഉപയോഗിച്ച് കൂളിംഗ് കോയിലിലെ വായു പ്രവാഹം അളക്കുക. ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് ഗ്രിൽ താപനില ശ്രദ്ധിക്കുക. വായു പ്രവാഹം കുറവാണെങ്കിൽ കോയിൽ വൃത്തിയാക്കുക. ഫ്രണ്ട്, സൈഡ് പാനലുകൾ അഴിച്ചു നീക്കം ചെയ്യുക. തുടർന്ന് സോപ്പ് വെള്ളത്തിൽ വൃത്തിയാക്കുക. എയർ ഫിൽറ്ററുകൾ കേടുപാടുകൾ കൂടാതെ ശ്രദ്ധാപൂർവം പുറത്തെടുക്കുക. സോപ്പ് ലായനി ഉപയോഗിച്ച് ബാഷ്പീകരണ ഫിൻസും അഴുക്കു പിടിച്ചതാണെങ്കിൽ വാക്വം ക്ലീനറും ഉപയോഗിച്ച് പരിശോധിച്ച് വൃത്തിയാക്കുക. ബ്ലോവർ മോട്ടോർ സംരക്ഷിക്കുക. ഇവാപ്പറേറ്റർ കോയിൽ വൃത്തിയാക്കാൻ ഒരു വയർ ബ്രഷ് ഉപയോഗിക്കുക. കോയിൽ വാക്വം ക്ലീൻ ചെയ്യുക. ആവശ്യമെങ്കിൽ കൂളിംഗ് കോയിൽ കഴുകാൻ ഒരു ക്ലീനിംഗ് ലായനി ഉപയോഗിക്കുക. ഒരു ഫിൻ കോമ്പ് ഉപയോഗിച്ച് ചിറകുകൾ നേരെയാക്കുക. വെള്ളത്തിന്റെ മർദ്ദം ഉപയോഗിച്ച് ഫിൻസ് കഴുകുക. ബ്ലോവർ മോട്ടോറിൽ നിന്ന് കവർ നീക്കം ചെയ്യുക. ബ്ലോവർ മോട്ടോർ ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഫ്രണ്ട്, സൈഡ് പാനലുകൾ വീണ്ടും അറ്റാച്ച് ചെയ്യുക. എയർ ഫിൽറ്ററുകൾ വൃത്തിയാക്കി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. യൂണിറ്റ് പുനരാരംഭിക്കുക. ഒരു അനിമോമീറ്റർ ഉപയോഗിച്ച് വായുപ്രവാഹം അളക്കുക. പ്രാരംഭ വായനകളുമായി താരതമ്യം ചെയ്യുക. ഗ്രിൽ താപനിലയും കറന്റും പരിശോധിക്കുക. ടാസ്ക് 3 എയർ ഫിൽറ്റർ പരിശോധനയും വൃത്തിയാക്കലും. ഫ്രണ്ട് ഗ്രിൽ തുറക്കുക. ഓരോ എയർ ഫിൽറ്ററിന്റെയും മധ്യഭാഗത്തെ ടാബ് പതുക്കെ ഉയർത്തുക. തുടർന്ന് അവ നീക്കം ചെയ്യാൻ താഴേക്ക് വലിക്കുക. വെള്ളം അല്ലെങ്കിൽ വാക്വം ക്ലീനർ ഉപയോഗിച്ച് ഫിൽറ്ററുകൾ വൃത്തിയാക്കുക. കടുപ്പമുള്ള പൊടിക്ക് ചെറു ചൂടുള്ള വെള്ളത്തിൽ മൃദുവായ സോപ്പ് പ്രയോഗിക്കുക. ഫിൽറ്ററുകൾ തണലിൽ ഉണങ്ങാൻ അനുവദിക്കുക. ഫ്രണ്ട് പാനലിന്റെ സ്ലോട്ടുകളിൽ ഫിൽറ്ററുകൾ തിരികെ വയ്ക്കുക. ഫ്രണ്ട് ഗ്രില്ലുകൾ ഇരുവശത്തും മധ്യഭാഗത്തും ഉറപ്പിക്കുക. ശ്രദ്ധിക്കുക, അഴുക്കു പിടിച്ച എയർ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് തണുപ്പിക്കൽ കാര്യക്ഷമത കുറയ്ക്കുകയും ഊർജം പാഴാക്കുകയും ചെയ്യുന്നു. ടാസ്ക് 4 ഫാൻ മോട്ടോർ പരിശോധന. പരിശോധനയ്ക്ക് മുമ്പ് പ്രവർത്തനം നിർത്തിയെന്നും ബ്രേക്കർ ഓഫ് ആണെന്നും ഉറപ്പാക്കുക. ഫാൻ മോട്ടോറുകളിൽ നിന്ന് കപ്പാസിറ്റർ നീക്കം ചെയ്യുക. വൈദ്യുത വിതരണവുമായി സംക്ഷിപ്തമായി ബന്ധിപ്പിച്ചുകൊണ്ട് കപ്പാസിറ്റർ പരിശോധിക്കുക. വിച്ഛേദിച്ച ശേഷം കപ്പാസിറ്ററിന്റെ 2 ടെർമിനലുകളും ചെറുതാക്കുക. അത് തീപ്പൊരി ആണെങ്കിൽ അത് ഉപയോഗയോഗ്യമാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റർ മാറ്റി സ്ഥാപിക്കുക. ഒരു താപനില അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റണ്ണിംഗ്, സ്റ്റാർട്ടിംഗ് വിൻഡിങ്ങുകളുടെ തുടർച്ച പരിശോധിക്കുക. സ്വതന്ത്ര ചലനം ഉറപ്പാക്കാൻ മോട്ടോർ ഷാഫ്റ്റ് തിരിക്കുക. ബെയറിങ്ങുകൾ പരിശോധിക്കുക. കണ്ടൻസർ ബ്ലേഡും ബാഷ്പീകരണ ബ്ലോവറും സ്വതന്ത്രമായി കറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. മോട്ടോറുകൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക. മോട്ടോറുകൾ വൃത്തിയാക്കുക. കപ്പാസിറ്ററിനും ഫാൻ മോട്ടോറിനും ഇലക്ട്രിക്കൽ കണക്ഷനുകൾ വീണ്ടും ബന്ധിപ്പിക്കുക. കണ്ടൻസർ ബ്ലേഡ് കണ്ടൻസർ ഫിന്നുകളിലോ ബേസ് പ്ലേറ്റിലോ ആവരണത്തിലോ സ്പർശിക്കുകയാണെങ്കിൽ ബ്ലേഡോ മോട്ടോറോ ക്രമീകരിക്കുക. ബ്ലോവർ ഹൗസിംഗിൽ സ്പർശിക്കുകയാണെങ്കിൽ ഇവാപ്പറേറ്റർ ബ്ലോവറിന്റെ സ്ഥാനം ക്രമീകരിക്കുക. വ്യത്യസ്ത ഘടകങ്ങൾ പരിശോധിക്കുക. തകരാറുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ മാറ്റി സ്ഥാപിക്കുക. നിങ്ങൾ വ്യക്തിഗത ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് വീണ്ടും കൂട്ടിച്ചേർക്കുക. ഇത് ഓണാക്കി അതിന്റെ ശരിയായ പ്രവർത്തനമാണോ എന്ന് പരിശോധിക്കുക. മൾട്ടി സ്പ്ലിറ്റ് AC-യുടെ സമഗ്രമായ പരിശോധന ഇത് ഉറപ്പാക്കുന്നു. ഇൻസ്റ്റാളേഷൻ. കഴിയുന്നത്ര തണുത്ത സ്ഥലം തിരഞ്ഞെടുക്കുക. ഈ സ്ഥലം നന്നായി വായുസഞ്ചാരം ഉള്ളതായിരിക്കണം. കൂടാതെ ഉള്ളിലേക്ക് എടുക്കുന്ന വായു
പുറത്തെ താപനിലയേക്കാൾ ചൂടാകരുത്. പരമാവധി 45 ഡിഗ്രി സെൽഷ്യസ്. ഡ്യുവൽ സിസ്റ്റം കിറ്റ് ഉപയോഗിച്ചുള്ള ഇൻസ്റ്റാളേഷൻ. ഡ്യുവൽ സിസ്റ്റം കിറ്റ് റെഫ്രിജറന്റ് സർക്യൂട്ടിനെ 2 സർക്യൂട്ടുകളായി വിഭജിക്കുന്നു. ഒറ്റ ഔട്ട്ഡോർ യൂണിറ്റ് ഉപയോഗിച്ച് 2 മുറികളുള്ള എയർ കണ്ടീഷനിൽ സാധ്യമാകുന്നു. ഡ്യുവൽ സിസ്റ്റം കിറ്റ് ഉപയോഗിക്കുമ്പോൾ 2 ഇൻഡോർ യൂണിറ്റുകൾ, മൊത്തം 4 യൂണിറ്റുകൾ ഒരു ഔട്ട്ഡോർ യൂണിറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയും. ഡ്യുവൽ സിസ്റ്റം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യം കേബ് ബോക്സ് നീക്കം ചെയ്യുക. അതിനുശേഷം വിതരണം ചെയ്ത കണക്റ്റിംഗ് പൈപ്പ് ഡ്യുവൽ സിസ്റ്റം ഹീറ്റിംഗിലേക്ക് ബന്ധിപ്പിക്കുക. വിതരണം ചെയ്ത ടാപ്പിംഗ് സ്ക്രൂകൾ 4 പീസുകൾ ഉപയോഗിച്ച് ഔട്ട്ഡോർ യൂണിറ്റിന്റെ പിൻ ഉപരിതലത്തിൽ ഇരട്ട സിസ്റ്റം കിറ്റ് ഘടിപ്പിക്കുക. താഴെ കാണിച്ചിരിക്കുന്നത് പോലെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവന വാൽവുകളിലേക്ക് ഡ്യുവൽ സിസ്റ്റം കിറ്റ് ബന്ധിപ്പിക്കുക. ടാസ്ക് 1. ഏറ്റവും കുറഞ്ഞ നീളമുള്ള റെഫ്രിജറന്റ് ട്യൂബിംഗ് സ്ഥാപിക്കുകയും ബെൻഡുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക. നിർമ്മാതാവിന്റെ ഇൻസ്റ്റാളേഷൻ മാനുവൽ കാണുക. ഔട്ട് ഇൻഡോർ യൂണിറ്റുകൾ തമ്മിൽ അടുത്ത അകലം പാലിക്കുക. മാനുവലിൽ വ്യക്തമാക്കിയ നീളത്തിൽ ട്യൂബിംഗ് ഉപയോഗിച്ച് ഓയിൽ തിരികെ കംപ്രസറിലേക്ക് വരുന്ന വിധത്തിൽ ഇവാപ്പറേറ്ററിനേക്കാൾ ഉയർന്ന തലത്തിൽ കണ്ടൻസിംഗ് മൗണ്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. നീളം സ്പെസിഫൈ ചെയ്ത നീളത്തേക്കാൾ കൂടുതലാണെങ്കിൽ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് എത്ര ലൂബ്രിക്കന്റ് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക. ട്യൂബുകൾ മുറിക്കുന്നതും വളയ്ക്കുന്നതിനുമുള്ള വളവുകളുടെ എണ്ണം കുറയ്ക്കുക. വളയുമ്പോൾ ഞെരുക്കരുത്. ട്യൂബുകളുടെ ശരിയായ വലുപ്പം നിലനിർത്തുക. ട്യൂബുകൾ ശ്രദ്ധാപൂർവം അൺറോൾ ചെയ്യുക. ചുവരുകളിൽ ഓപ്പണിങ്ങുകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് നീരാവി, ദ്രാവക ലൈനുകൾ, പവർ കേബിളുകൾ, കണ്ടൻസേറ്റ് ഡ്രെയിൻ പൈപ്പ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. മൊത്തത്തിലുള്ള വലുപ്പം അളക്കുന്നതും ശരിയായ ഫിറ്റിങ്ങിനായി 1-2 PVC പൈപ്പുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ബ്രേസിംഗ് ചെയ്യുന്നതിന് മുമ്പ് ലൈൻ ട്യൂബുകൾ വെയ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ബ്രേസിംഗിനായി ജ്വലിക്കുന്ന സമയത്ത് വിള്ളലുകൾ ഉണ്ടോയെന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ട്യൂബിംഗ് ശരിയായി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ മർദ്ദം പരിശോധിക്കുക. വാക്യൂമൈസ് ചെയ്യുക. സിസ്റ്റം ചാർജ് ചെയ്യുക. സിസ്റ്റം ആരംഭിക്കുന്നതിന് മുമ്പ് വയറിംഗ് ഇൻസ്റ്റാളേഷൻ പരിശോധിക്കുക. സക്ഷൻ ലൈനിൽ നുരയെ ഇൻസുലേഷൻ ഉപയോഗിച്ച് പൈപ്പുകൾ ശരിയായി മുറുക്കെ പിടിക്കുക. ടാസ്ക് 2. ഇൻഡോറിലെ പ്രധാന ചരിവ്. മുറിക്ക് പുറത്ത് കണ്ടൻസേറ്റ് ഡ്രെയിനുകൾ സ്ഥാപിക്കുക. ട്രേയുടെ ഉയരം കണക്കിലെടുത്ത് ഇൻസുലേറ്റർ യൂണിറ്റ് 1/2 ഇഞ്ച് ചെരിവിൽ കോണിലാണെന്ന് ഉറപ്പാക്കുക. കണ്ടൻസേറ്റ് ഡ്രെയിൻ പൈപ്പ് ഇൻസുലേറ്റർ ഔട്ട്ലെറ്റിൽ നിന്ന് പുറത്തേക്ക് ബന്ധിപ്പിക്കുക. അത് മറ്റുള്ളവർക്ക് സൗകര്യം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഡ്രെയിനേജിനായി കർക്കശമായ PVC പൈപ്പ് തിരഞ്ഞെടുക്കുക. സുതാര്യമായ ഫ്ലെക്സിബിൾ PVC പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്യൂബിൽ പഞ്ചറുകൾ ഇല്ലെന്ന് ഉറപ്പാക്കുക. പൈപ്പ് ക്ലാമ്പുകൾ ഉപയോഗിച്ച് പൈപ്പ് സുരക്ഷിതമാക്കുക. ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഓണാക്കി അതിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ അനുവദിക്കുക. നമ്മൾ വ്യായാമത്തിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു റീക്യാപ്പ് ചെയ്യാം. അങ്ങനെ ഇലക്ട്രിക്കൽ കോമ്പോണന്റുകൾ തിരിച്ചറിയാനും മൾട്ടി സ്പ്ലിറ്റ് AC ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.